പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്തയച്ച നടൻ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധത അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT നോട്ടീസ് അയക്കാത്ത സാഹചര്യത്തിലാണ് നീക്കം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്നതിൽ അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടില്ല, പക്ഷേ ഹാജരാകാൻ അങ്ങോട്ടേക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നാണോ? അനുജ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് താൻ ഈ ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യാനായി നേരിട്ട് SIT സംഘത്തിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം എന്നുള്ള ഒരു കാര്യം സിദ്ദിഖ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ വാക്കാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. ചോദ്യം ചെയ്യലുമായും അന്വേഷണവുമായും പൂർണ്ണമായും സഹകരിക്കും എന്നുള്ളതായിരുന്നു സിദ്ദിഖിന്റെ നിലപാട്. ഇപ്പോൾ അത് രേഖാമൂലം, അതായത് ഔദ്യോഗികമായി ഇമെയിൽ വഴി കൂടി SITക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളത് ആണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു തന്ത്രപരമായ നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു സംശയം. കാരണം SIT ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ തിടുക്കപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയത്. അതായത് ഇങ്ങനെ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ തയ്യാറാണെന്ന് സിദ്ദിഖ് അറിയിച്ചിട്ടും വേഗം ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ അത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സിദ്ദിഖ് ജാമ്യമടക്കം നേടുന്ന ഒരു സുഖകരമായ ജാമ്യം നേടുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ നിയമോപദേശം തേടിയ ശേഷം സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതായത് രണ്ടാഴ്ച കഴിഞ്ഞ് അടുത്ത 1.5 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തതാണ്. അതിനാൽ തന്നെ മുൻകൂർ ജാമ്യം വേണം എന്നൊരു ആവശ്യം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ വെച്ചാൽ അതൊരു പക്ഷേ മുൻകൂർ ജാമ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ തരത്തിലേക്ക് തന്നെ ഒരു നീക്കം ഇപ്പോൾ സിദ്ദിഖ് നടത്തിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് വരുന്നതിന് മുൻപ് തന്നെ മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിക്കാൻ അശ്വിൻ? തീർച്ചയായും അനുജ, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ വാദം അന്വേഷണ സംഘത്തിനും ഒപ്പം സർക്കാർ അഭിഭാഷകനും ഈ പരാതിക്കാരുടെ അഭിഭാഷകനും ഒക്കെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുൻപേ ചോദ്യം ചെയ്തു എന്നൊരു കാര്യം സുപ്രീം കോടതി അറിയിച്ച് മുൻകൂർ ജാമ്യത്തിലേക്ക് പോയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം അത് നടക്കില്ല എന്നുള്ള അതിനുള്ള സമയം കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തി ഒരു ചോദ്യം ചെയ്യലിന് സാധിക്കുമോ എന്നുള്ള ഒരു വിദഗ്ധമായ തന്ത്രമാണ് ഇപ്പോൾ സിദ്ദിഖ് ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മുതിർന്ന അഭിഭാഷകർ ഒക്കെ വലിയ നിയമോപദേശമാണ് സിദ്ദിഖിന് ഈ കേസിൽ നൽകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും SITയിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ സിദ്ദിഖിന്റെ കത്തുകൂടി ലഭിച്ച സാഹചര്യത്തിൽ എന്താണ് SITയുടെ നീക്കം എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒരു വിദഗ്ധ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ SIT ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. വലിയ വിഷയമായി ഈ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകൾ, അതാണ് സിദ്ദിഖിന്റെ ഇപ്പോഴത്തെ നീക്കം. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു സിദ്ദിഖ്.